വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളിത് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഇന്നിപ്പോൾ നിലനിൽക്കുന്നതിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കുറഞ്ഞ വിലയ്ക്കുള്ള രണ്ട് സ്മാർട്ട് ക്യാമറകളുടെ വിശേഷങ്ങളാണ്. ഒന്ന് ഷവോമിയുടെ 360 1080p 2i എന്ന് പറയുന്ന ക്യാമറയും, രണ്ടാമത്തേത് വിഷൻ്റെ ബ്രാൻഡായ സബ് ബ്രാൻഡായിട്ടുള്ള എസ്വിസ് എന്ന് പറയുന്ന TY1 എന്ന് പറയുന്ന മോഡൽ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഫുൾ ഡീറ്റെയിൽ പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓഫ്ലൈനിലൊക്കെ റെക്കോർഡാവുന്ന ഒരു മോഡലാണ്. രണ്ടിനും രണ്ട് രീതിയിലുള്ള പ്രത്യേകതകളാണുള്ളത്. അതിനുപരി ഞാൻ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കത്തക്ക രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഈ വീഡിയോ. ഫസ്റ്റിലെ നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ സൈസാണ്. കുറച്ച് ബൾക്കി ആയിട്ടുള്ള ഒരു സൈസാണ് നമ്മുടെ എസ്വിസ് ക്യാമറയ്ക്കെങ്കിൽ ഷവോമിക്ക് കുറച്ചുകൂടെ ചെറിയൊരു സൈസാണ്, കുറച്ചുകൂടി സൈസ് കോമ്പാക്റ്റ് ആണ്. രണ്ടും 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറകളാണ്. പിന്നെ ടോക്ക് ബാക്ക് ഫെസിലിറ്റി രണ്ടിലും അവൈലബിൾ ആണ്. രണ്ടിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാനായിട്ടൊക്കെ ക്യാമറ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നെറ്റ്വർക്ക് വഴി കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് സംസാരിക്കാനും ഒക്കെ കഴിയുന്നതാണ്. പിന്നെ എസ്വിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലൊരു നെറ്റ്വർക്കിൻ്റെ പോർട്ട് കൂടി അഡീഷണൽ വരുന്നുണ്ട്. എന്നാൽ ഷവോമിയിൽ അങ്ങനെ ഒരു പോർട്ടൊന്നും വരുന്നില്ല. അതിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ടും പിന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടും മാത്രമാണ് നമുക്ക് വരുന്നത്. ഇതേ പോർഷനിൽ തന്നെയാണ് നമുക്ക് എസ്വിസിൻ്റെ ക്യാമറയിലും മെമ്മറി കാർഡ് ഇടാനായിട്ടുള്ള പോർഷൻ വരുന്നത്. പിന്നെ ക്ലാരിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഷവോമിയേക്കാൾ കുറച്ചുകൂടി ചില സാഹചര്യങ്ങളിൽ നമുക്ക് എസ്വിസിന് കുറച്ച് ക്ലാരിറ്റി കൂടുതലായിട്ട് തോന്നുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും പല സാഹചര്യങ്ങളിലും എനിക്ക് ഷവോമിയും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് തോന്നിയത്. അതായത് നമുക്ക് ഈ 1080p വരുന്നത് കാരണം തന്നെ നമുക്ക് വലിയ ക്വാളിറ്റി വ്യത്യാസങ്ങൾ രണ്ടിലും ഫീൽ ചെയ്യുന്നില്ല. രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെ ക്വാളിറ്റി വരുന്നുണ്ട്. എന്നാൽ നൈറ്റ് വിഷൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഷവോമിയാണ് വിൻ ചെയ്യുന്നത്. നൈറ്റ് വിഷൻ്റെ ക്ലാരിറ്റിയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത് ഷവോമിയിലാണ്. അത്രയ്ക്ക് അങ്ങോട്ട് എസ്വിസിൻ്റെ കാര്യത്തിൽ നമുക്ക് TY1ൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലാരിറ്റിയാണ്, നല്ല നൈറ്റ് വിഷനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഷവോമിയാണ് ആ ഒരു കാര്യത്തിൽ വിൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ 4MB ഒക്കെ വരുന്നതുകൊണ്ട് അത് കുറേ കൂടെയൊക്കെ ബെറ്റർ ക്ലാരിറ്റിയാണ്. പിന്നെ ഈ TY1ൻ്റെ പഴയ വീഡിയോ, ഹിക്വിഷൻ ബ്രാൻഡിൻ്റെ പഴയ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ചോദിച്ചു ഇത് എത്ര സമയമാണ് ചാർജ് ചെയ്യുന്നത് ബാറ്ററി എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമല്ല എന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടും ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതല്ല. രണ്ടും നമുക്ക് വേണമെങ്കിൽ പവർ ബാങ്കൊക്കെ കണക്ട് ചെയ്തിട്ട് വെറും 5 വോൾട്ടിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. പവർ ബാങ്കോ മറ്റെന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടിനെയും നമ്മൾ മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഏത് കോണിലിരുന്നും നമുക്ക് നെറ്റ്വർക്കുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കിത് കാണാവുന്നതാണ്. രണ്ടിലും നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഒന്നിൽ കൂടുതൽ ക്യാമറ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ആ ആപ്ലിക്കേഷനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. പോരാത്തതിന് നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ആ ക്യാമറയുടെ ആക്സസ് കൊടുക്കാനും ഒക്കെ രണ്ടിലും ഒരുപോലെ തന്നെ സാധിക്കുന്നതാണ്. എന്നാൽ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ലാഗ് ഫ്രീ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഷവോമിയാണ്. ഇതിൻ്റെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അല്പം ഡിലേ കഴിഞ്ഞാണ് നമുക്ക് ഈ എസ്വിസിൻ്റെ ക്യാമറയിൽ അതൊന്ന് പ്രതിഫലിച്ച് കാണുന്നത്. പക്ഷേ ഷവോമിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഷവോമി നമ്മൾ പ്രസ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ റൊട്ടേഷനൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. കൂടാതെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നോക്കാനാണെങ്കിൽ ഷവോമിയുടെ ആപ്ലിക്കേഷനകത്താണ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നോക്കാനായിട്ട് കുറച്ച് എളുപ്പം. നമ്മൾ ഈ TY1-നകത്താണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ നോർമൽ സ്ക്രീനിൽ നിന്നും ലാൻ വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെറ്റിംഗ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പോയിട്ടേ നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടിലും മെമ്മറി കാർഡും ഉപയോഗിക്കാം, നെറ്റ്വർക്ക് സ്റ്റോറേജും ഉണ്ട് എങ്കിൽ പോലും എസ്വിസിൽ നമുക്ക് 7 ദിവസത്തെ, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 7 ദിവസം കൊണ്ട് എസ്വിസിൻ്റെ നെറ്റ്വർക്ക് സ്റ്റോറേജ് എക്സ്പയർ ആയി പോകും. പിന്നെ നമ്മൾ അതിനെ ക്യാഷ് കൊടുത്ത് മേടിക്കണം. പക്ഷേ ഷവോമി ആ ഒരു കാര്യത്തിൽ പിന്നെയും വിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷവോമിക്കകത്ത് ഓൺലൈൻ സ്റ്റോറേജ് ഓരോ 7 ദിവസം കഴിയുന്തോറും ബാക്കിലോട്ടുള്ള ഇറേസായി പോകുന്ന രീതിയിൽ കണ്ടിന്യൂസ് 7 ദിവസത്തെ സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നതാണ്. ഇത് എപ്പോഴും റെക്കോർഡ് ആവത്തില്ല. മോഷൻ എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്ത് കുറച്ച് സമയത്തേക്ക് മോഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം റെക്കോർഡായി അത് ഓൺലൈനിൽ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കും. നമുക്ക് 7 ദിവസത്തെ ബാക്കപ്പ് എപ്പോഴും അതിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഷവോമി വിൻ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആരെങ്കിലും ക്യാമറ എടുത്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് സ്മാർട്ട് ക്യാമറകളുടെ കാര്യത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം. അങ്ങനെ വരുമ്പോൾ ആ ഒരു കാര്യത്തിൽ ഷവോമി വിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ എസ്വിസിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് ഒരു പ്രധാന പ്രത്യേകതയായിട്ട് ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിരുന്ന വീഡിയോയ്ക്കകത്ത് മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യമാണ്. അതായത് ഓഫ്ലൈനിൽ നമുക്കിപ്പോൾ നെറ്റ് ഇല്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ പോലും ഇതിനകത്ത് മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ റെക്കോർഡ് ആകുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിൽ നമുക്ക് ഓൺലൈനിൽ നെറ്റ് ഉള്ള സാഹചര്യങ്ങളിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ക്യാമറ എന്നുള്ള രീതിയിൽ ഷവോമിയെ നമുക്ക്
പറയാമെങ്കിലും പല സാഹചര്യങ്ങളിൽ നെറ്റ് ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് തൽക്കാലമായിട്ട് എവിടെയെങ്കിലും എടുത്ത് വെച്ച് റെക്കോർഡ് ചെയ്യണമെങ്കിലോ നെറ്റ് നമുക്ക് വേണ്ട സമയത്ത് മാത്രം കണക്ട് ചെയ്ത് നോക്കുന്ന രീതിയിലോ മൊബൈലിലെ ഹോട്ട്സ്പോട്ട് നമ്മളവിടെ ഉള്ളപ്പോൾ മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതി എന്നൊക്കെ ഉള്ള സാഹചര്യങ്ങളിലോ നിങ്ങൾക്ക് ഈസിവിസിൻ്റെ ഈ ഒരു ക്യാമറ ആയിരിക്കും പ്രിഫർ ചെയ്യാവുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഷവോമിക്കകത്ത് ഓഫായി കഴിഞ്ഞിട്ട് ഓൺ ആകുന്ന സമയത്ത് ഇത് ഒരു തവണ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അതുവരെ അത് റെക്കോർഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇത് ഓണായി കഴിയുന്ന സമയത്ത് നെറ്റ് ഇല്ല എങ്കിൽ റെക്കോർഡിങ് നടക്കത്തില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈസിവിസിനെ നമുക്ക് കൂടുതലായിട്ട് ആ ഒരു കാര്യത്തിൽ പറയുന്നത്. പക്ഷേ നൈറ്റ് വിഷൻ്റെയും ഞാൻ ഈ പറഞ്ഞ പോലെ ഈസി ടു യൂസ് എന്നൊക്കെ പറയുമ്പോഴും പിന്നെ ഓൺലൈൻ നെറ്റ് നിങ്ങൾക്ക് ഫുൾ ടൈം കണക്ട് ചെയ്യുന്ന സ്ഥലമാണ്, വൈഫൈയുടെ റൗട്ടറൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഷവോമിയിലോട്ട് തിരിയാവുന്നതാണ്. സ്റ്റോറേജ് രണ്ടിനകത്തും മെമ്മറി കാർഡ് ഇടാമെങ്കിലും ഈസിവിസിനകത്ത് നമുക്ക് 128 256 വരെ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ടാണ്. എന്നാൽ ഷവോമിക്കകത്ത് കമ്പനി പറയുന്നത് 32 GB വരെ സപ്പോർട്ടേ ഉള്ളൂ എന്നാണെങ്കിൽ പോലും ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് 64 GB ആണ്. 64 GB നമ്മൾ ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കമ്പാരിസൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇത് പറഞ്ഞു പോയത്. ഇതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനുള്ള ലിങ്ക് എല്ലാം ആമസോണിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എങ്കിൽ ഞാനിതിൽ കവർ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്.